ഓൺ ആൻ ആവറേജ് 20% ആനുവൽ റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിലെ 29% ആനുവൽ റിട്ടേൺ കൊടുത്തിരുന്ന ഫണ്ടാണ്. മ്യൂച്വൽ ഫണ്ടിലെ ഇക്വിറ്റി കാറ്റഗറിയാണ് മൾട്ടി ക്യാപ്പ്. ആ പേര് പോലെ തന്നെ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് മൾട്ടി ക്യാപ്പ് എന്ന് പറയുന്നത്. ഓരോ ക്യാപ്പും ഏകദേശം മിനിമം 25% ആയിരിക്കണം വരേണ്ടത്. 2026 ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടോപ്പ് 3 മൾട്ടി ക്യാപ്പുകൾ. നമ്പർ 3 മഹേന്ദ്ര മണിലൈഫ് മൾട്ടി ക്യാപ്പ് ഫണ്ട്. ഇത് റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്താണ്, ഒരു 5 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തൊരു ഫണ്ടാണ്. ഓൺ ആൻ ആവറേജ് 20% ആനുവൽ റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. ആവറേജ് AUM ഉണ്ട്, ആവറേജ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് റേഷ്യോ ആണ് അതിന് വരുന്നത്. നമ്പർ 2 കൊട്ടാക് മൾട്ടി ക്യാപ്പ്. ഇതിന് 22% ആനുവൽ റിട്ടേൺ കൊടുത്തിരിക്കുന്ന ഫണ്ടാണ്. നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫണ്ട് മാനേജറാണ്. ആവറേജ് AUM സൈസ് ഉണ്ട്. നമ്പർ 1 നിപ്പോൺ ഇന്ത്യ മൾട്ടി ക്യാപ്പ്. അത് ഓൺ ആൻ ആവറേജ് കഴിഞ്ഞ 5 വർഷത്തിലെ 29% ആനുവൽ റിട്ടേൺ കൊടുത്തിരുന്ന ഫണ്ടാണ്. നല്ല AUM സൈസ് ഉണ്ട്, ലോവസ്റ്റ് എക്സ്പെൻസ് റേഷ്യോ ആണ്. അപ്പം ഏത് ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ റിസ്ക്കും അതുപോലെ ഗോളും നോക്കിയതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്.